അന്റാർട്ടിക്കയിലെ തണുത്തുറഞ്ഞ ജലാശയത്തിന്റെ ആഴങ്ങളിൽ നിശബ്ദതയും അന്ധകാരവും നിറഞ്ഞ നിഗൂഢ ലോകത്തിന്റെ നിഴലുകളിൽ അതിഗംഭീരമായ ഒരു ഭീമൻ ജീവി ഒഴുകി നടക്കുന്നുണ്ട്. സാധാരണ ജീവികൾക്കെല്ലാം ഇരുട്ടിനെ ഭയമാണ്. എന്നാൽ ഇതിനെ ഇരുട്ടിൽ ജീവിക്കുന്നതാണ് ഇഷ്ടം. ഒരു മനുഷ്യന്റെ തലയുടെ അത്ര വലിപ്പമുള്ള കണ്ണുകൾ, 7 അടി നീളമുള്ള ഭീമൻ ടെന്റക്കിൾസ്, മനുഷ്യരെക്കാൾ വലിപ്പമുള്ള 8 കൈകൾ, ഈ കൈകളിൽ നിറഞ്ഞിരിക്കുന്ന കൂർത്തു വളഞ്ഞ വലിയ നഖങ്ങൾ, ഇരകളുടെ എല്ലുകൾ വരെ ഒടിക്കാൻ ശേഷിയുള്ള കടിശക്തി, അങ്ങനെ ആകെ മൊത്തത്തിൽ ഇതൊരു ഭയാനകമായ രാക്ഷസ ജീവിയാണ്. ഇതാണ് കൊളോസൽ സ്ക്വിഡ്, ആഴക്കടലിന്റെ അപ്പെക്സ് പ്രെഡറ്റർ. പക്ഷെ ഇത്രയും വലിയ ജീവിയായിരുന്നിട്ടും ഇതിനെ ആരും തന്നെ ഇതുവരെ ആഴക്കടലിൽ ജീവനോടെ കണ്ടിട്ടില്ല. തീരത്ത് വന്നടിഞ്ഞ ശരീരഭാഗങ്ങളും സ്പേം തിമിംഗലങ്ങളുടെ വയറ്റിൽ നിന്നും കണ്ടെത്തിയ അവശിഷ്ടങ്ങളും വെച്ച് മാത്രമാണ് ഇങ്ങനൊരു ജീവിയുണ്ടെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞതുപോലും. ചുരുക്കി പറഞ്ഞാൽ ഈ ജീവി വലിയൊരു മിസ്റ്ററിയാണ്. അതിനാൽ തന്നെ ഇതിന് ശാസ്ത്രജ്ഞർ മറ്റൊരു പേര് നൽകിയിട്ടുണ്ട്: ദ ഗോസ്റ്റ് ഓഫ് അന്റാർട്ടിക്ക. നമുക്ക് പര്യവേഷണം ചെയ്യാൻ അസാധ്യമായിരുന്ന ഒരു സമുദ്രമാണ് സതേൺ ഓഷൻ, അതായത് അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമുള്ള തണുത്തു മരവിച്ച സമുദ്രം. അതുകൊണ്ട് തന്നെ പല കോടി വർഷങ്ങളായിട്ട് കൊളോസൽ സ്ക്വിഡ്സ് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിലും അവയെക്കുറിച്ച് സമീപകാലം വരെ നമുക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇത്രയും കാലമായിട്ടും വളരെ അപൂർവം ചിലര് മാത്രമാണ് ഇതിനെ ജീവനോടെ കണ്ടിട്ടുള്ളത്. തീരത്ത് വന്നടിഞ്ഞ ശരീരഭാഗങ്ങളും സ്പേം തിമിംഗലങ്ങളുടെ വയറ്റിൽ നിന്നും കണ്ടെത്തിയ അവശിഷ്ടങ്ങളും വെച്ച് മാത്രമാണ് ഇങ്ങനൊരു ജീവിയുണ്ടെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ശേഷം മീൻ പിടിക്കുന്നതിനിടയിൽ ചില സന്ദർഭങ്ങളിൽ തികച്ചും യാദർച്ഛികമായി കൊളോസൽ സ്ക്വിഡ് വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനെ മനുഷ്യരാദ്യമായി നേരിട്ട് കണ്ടത്. നിർഭാഗ്യവശാൽ വലയിൽ കുടുങ്ങി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇവ ചത്തുപോകും. അതുകൊണ്ടാണ് ഇതിനെ ഇതുവരെ അധികം ആർക്കും ജീവനോടെ കാണാൻ പറ്റാത്തത്. കൊളോസൽ സ്ക്വിഡിന്റെ ഒരുപാട് അവശേഷിപ്പുകൾ പല തവണയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും 2025 കണക്ക് പ്രകാരം പൂർണ്ണമായ ശരീരം ആകെ 12 എണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിലും വെറും 6 എണ്ണം മാത്രമായിരുന്നു പൂർണ്ണ വളർച്ചയെത്തിയവ. എന്തായാലും ഈ വലയിൽ കുടുങ്ങിയവയെ അല്ലാതെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കൊളോസൽ സ്ക്വിഡിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ വെച്ച് നേരിട്ട് കാണാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. 2025 ഒരു കൊളോസൽ സ്ക്വിഡിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ വെച്ച് തന്നെ കാണാൻ പറ്റി. അതിന്റെ ഫൂട്ടേജസ് അന്ന് ഇന്റർനെറ്റ് മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ ഈ ഫൂട്ടേജ് കാണുമ്പോൾ ഇത് ശരിക്കും കൊളോസൽ സ്ക്വിഡ് തന്നെയാണോ എന്ന് സംശയിച്ചു പോകും. കാരണം വലയിൽ കുടുങ്ങിയിട്ടുള്ള കൊളോസൽ സ്ക്വിഡ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് കാഴ്ചയിൽ തികച്ചും വ്യത്യസ്തമാണ്. അതിന്റെ കാരണം ഇത് യഥാർത്ഥത്തിൽ കൊളോസൽ സ്ക്വിഡിന്റെ കുട്ടിയാണ്. കൊളോസൽ സ്ക്വിഡ് ശരിക്കും ഗ്ലാസ് സ്ക്വിഡ് എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്. ഈ വർഗം സ്ക്വിഡ്സിനെല്ലാം ട്രാൻസ്പെരന്റ് ആയ ശരീരമായിരിക്കും. ഉള്ളിലെ ശരീരാവയവങ്ങൾ പോലും മിക്കവാറും ട്രാൻസ്പെരന്റ് ആയിരിക്കും. ഇത്രയും ട്രാൻസ്പെരന്റ് ആയതിനാൽ ഇവയെ ഡിറ്റക്ട് ചെയ്യാൻ അത്യധികം പ്രയാസകരമാണ്. അപ്പോൾ ശത്രുക്കളിൽ നിന്നും ഒളിച്ചിരിക്കാനും രക്ഷപ്പെടാനും ഈ ട്രാൻസ്പെരന്റ് ആയ ശരീരം ഇവയ്ക്ക് വളരെ നല്ലൊരു ക്യാമഫ്ലേജ് ആയിരിക്കും. അതിനു പുറമെ ചുറ്റുപാടുമുള്ള ചെറിയ ചലനങ്ങളും വ്യത്യാസങ്ങളും പോലും ഗ്ലാസ് സ്ക്വിഡ്സിന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ അപകടകരമായി എന്തെങ്കിലും ഇതിന്റെ പരിസരത്ത് വന്നാൽ ഉടൻ തന്നെ ഇവ അത് തിരിച്ചറിയുകയും വളരെ വേഗം അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അപരിചിതമായി എല്ലാം തന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഗ്ലാസ് സ്ക്വിഡ്സിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. റെയർ ആയിട്ട് മാത്രമേ ഇവയെ കാണാൻ സാധിക്കൂ. ഒട്ടുമിക്ക ഗ്ലാസ് സ്ക്വിഡ്സിനും ബയോലിമിനസെൻസ് ഉണ്ട്, അതായത് സ്വന്തമായി പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ്. ചില ഗ്ലാസ് സ്ക്വിഡുകളുടെ രൂപം വളരുന്നതിനനുസരിച്ച് കാര്യമായി മാറിക്കൊണ്ടിരിക്കും. ചെറുതിലെയുള്ള രൂപവും പൂർണ്ണ വളർച്ച എത്തുമ്പോഴുള്ള രൂപവും തമ്മിൽ തികച്ചും വ്യത്യസ്തമായിരിക്കും. കൊളോസൽ സ്ക്വിഡിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നതും അതാണ്. കുട്ടിയായിരിക്കുമ്പോൾ കൊളോസൽ സ്ക്വിഡ് സാധാരണ മറ്റ് ഗ്ലാസ് സ്ക്വിഡ്സിനെ പോലെയാണ്, അതായത് ട്രാൻസ്പെരന്റ് ആയ ശരീരമായിരിക്കും. എന്നാൽ പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്കും ട്രാൻസ്പെരൻസി പൂർണ്ണമായും മാറും. പ്രധാനമായും പ്രഡറ്റേഴ്സിൽ നിന്നും മറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പെരന്റ് ശരീരത്തിന്റെ ആവശ്യം. പക്ഷേ പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു കൊളോസൽ സ്ക്വിഡിന് 23 അടിയിൽ കൂടുതൽ നീളവും 500 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ബൃഹത്തായ ജീവിയാണ്. പക്ഷെ ഈ പറഞ്ഞത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള പൂർണ്ണമായ കൊളോസൽ സ്ക്വിഡിന്റെ വലിപ്പമാണ്. ആഴക്കടലിൽ ഇതിനേക്കാൾ കൂടുതൽ വലിപ്പമുള്ള കൊളോസൽ സ്ക്വിഡ്സ് കാണും. എന്തെന്നാൽ തീരത്ത് വന്നടിഞ്ഞിട്ടുള്ള ഒരു സ്പേം തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്നും കൊളോസൽ സ്ക്വിഡിന്റെ വളരെ വലിയൊരു ചുണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ചുണ്ടിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ആ കൊളോസൽ സ്ക്വിഡിന് 750 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടായിരുന്നിരിക്കും. ഇതുപോലെ ഒരുപാട് വലിപ്പം കൂടിയ കൊളോസൽ സ്ക്വിഡ്സിന്റെ വേറെയും അവശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ളതിനാൽ ആഴക്കടലിലെ ഏറ്റവും ഭയാനകമായ അപ്പെക്സ് പ്രെഡറ്റേഴ്സിൽ ഒന്നാണിത്. അതുകൊണ്ട് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവയ്ക്ക് ട്രാൻസ്പെരന്റ് ആയിരിക്കേണ്ട ആവശ്യമില്ല.
ഇവ ഇരുട്ടിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്കും ഇവ സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ, അതായത് ആയിരക്കണക്കിന് അടി ആഴങ്ങളിലേക്ക് പോകും. പിന്നെ ജീവിതകാലം മുഴുവനും അവിടെയായിരിക്കും ഇവ ജീവിക്കുന്നത്. ഒരു കാരണവശാലും പിന്നെ അവ സമുദ്രത്തിന്റെ മുകളിലേക്ക് വരാറില്ല. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പൂർണ്ണമായ അന്ധകാരമായിരിക്കും. പ്രകാശത്തിൽ നിന്നും എപ്പോഴും ഇവ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. സമീപ പ്രദേശങ്ങളിലെ പ്രകാശത്തിലുള്ള ചെറിയ മാറ്റം പോലും ഇവയ്ക്ക് ഡിറ്റക്ട് ചെയ്യാനാകും. ഈ ഒരു കഴിവ് ഉപയോഗിച്ച് 100 കണക്കിന് മീറ്റേഴ്സ് അകലെയുള്ള ജീവികളെ പോലും ഇവയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും അപകടം ഡിറ്റക്ട് ചെയ്താൽ ഉടൻ തന്നെ അവിടുന്ന് എസ്കേപ്പ് ആകും. അപകടമെന്ന് മാത്രമല്ല, അപരിചിതമായ എന്ത് ഡിറ്റക്ട് ചെയ്താലും ഉടൻ തന്നെ ഇത് ഓടി മറയും. അതുകൊണ്ടാണ് പൂർണ്ണ വളർച്ച എത്തിയ കൊളോസൽ സ്ക്വിഡിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ ഇതുവരെ കാണാൻ പറ്റാത്തത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവിയാണ് കൊളോസൽ സ്ക്വിഡ്. ഇതിന്റെ ഒരു കണ്ണിന് 28 സെന്റിമീറ്ററോളം വീതിയുണ്ടായിരിക്കും. അതായത് ഒരു ശരാശരി മനുഷ്യന്റെ തലയേക്കാൾ വലുതാണ് ഇവയുടെ കണ്ണുകൾ. പൂർണ്ണമായ അന്ധകാരത്തിൽ എന്തെങ്കിലും കാണണമെങ്കിൽ ഇവയ്ക്ക് ഇത്രയും ഭീമാകാരമായ കണ്ണുകൾ ആവശ്യവുമാണ്. 150 മീറ്റേഴ്സ് അകലെയുള്ള കുഞ്ഞു ജീവികളെ പോലും ഈ കണ്ണുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് കാണാൻ സാധിക്കും. ഈ കണ്ണുകൾ ബയോലുമിനസെന്റുമാണ്. പക്ഷേ കണ്ണുകളിലെ ഈ പ്രകാശം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇരകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇരകളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കും ഇങ്ങനെ കണ്ണുകൾ ബയോലുമിനസെന്റ് ആയിരിക്കുന്നതെന്നാണ് നിഗമനം. കൊളോസൽ സ്ക്വിഡിന് 2 ടെന്റക്കിൾസും 8 കൈകളുമുണ്ട്. കൈകൾക്ക് ഏകദേശം 4 അടി വരെയാണ് നീളമുള്ളത്. എന്നാൽ ടെന്റക്കിൾസിന് 7 അടിയിൽ കൂടുതൽ നീളമുണ്ടായിരിക്കും. ഡീപ് സീ ജൈജാന്റിസം എന്ന പ്രതിഭാസമാണ് ഇവ ഇത്രയും വലിപ്പം വയ്ക്കാനുള്ള കാരണം. അതായത് ആഴക്കടലിൽ ആഹാരത്തിന്റെ ലഭ്യത വളരെ കുറവാണ്. വലിപ്പം കൂടിയ ജീവികൾക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയ മെറ്റബോളിസം ഉണ്ടായിരിക്കും. വലിപ്പം കൂടുതലാണെങ്കിൽ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് ശേഖരിച്ച് വെക്കാനും സാധിക്കും. അപ്പോൾ ആഹാരം കിട്ടിയില്ലെങ്കിലും ഈ ഫാറ്റ് ഉപയോഗിച്ച് കുറെ നാളുകൾ ജീവിക്കാനാകും. ആഴക്കടലിലെ തണുപ്പ് കൂടിയ ജലം ജീവികളുടെ മെറ്റബോളിസം സ്ലോ ആക്കുകയും ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയം കൊണ്ട് അവയ്ക്ക് കൂടുതൽ വലിപ്പത്തിൽ വളരാനാകും. ഇതിനെല്ലാത്തിനും പുറമെ വലിപ്പം കൂടിയ ജീവികൾക്ക് അധികം ശത്രുക്കളൊന്നും ഉണ്ടായിരിക്കില്ല. ഈ പറഞ്ഞ എല്ലാ കാരണങ്ങൾ കൊണ്ടും ആഴക്കടലിലുള്ള ജീവികൾക്ക് പൊതുവെ വലിപ്പം കൂടുതലാണ്. ഈ പ്രതിഭാസമാണ് ഡീപ് സീ ജൈജാന്റിസം. ഇത് കൂടുതൽ വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയേറെ വലിപ്പമുള്ളതിനാൽ ഇവയ്ക്ക് ഒരുപാട് ആഹാരവും വേണ്ടി വരുമെന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും. എന്നാൽ കൊളോസൽ സ്ക്വിഡിന്റെ മെറ്റബോളിസം വളരെ സ്ലോ ആണ്. എത്രത്തോളം സ്ലോ ആണെന്നാൽ ഇവയ്ക്ക് അതിജീവിക്കാൻ ഒരു ദിവസം വെറും 30 ഗ്രാം ആഹാരം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ പല മാസങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ആഹാരം കഴിച്ചാൽ മതിയാകും. അതിന്റെ പ്രധാന കാരണം സാധാരണഗതിയിൽ ഇവ വളരെ പതിയെയാണ് ചലിക്കുന്നത്. ചലിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വെള്ളത്തിലൂടെ വെറുതെ ഒഴുകി നടക്കുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അങ്ങനെ ഒഴുകി നടക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് അധികം ഊർജമൊന്നും ചിലവാകില്ല. ഇങ്ങനെ ഒഴുകി നടക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഇരകളെ കാണുമ്പോൾ ഒരിടത്ത് നിശ്ചലമായി പതുങ്ങിയിരുന്ന ശേഷം ഇര അടുത്തെത്തുന്നതും കുതിച്ചു ചാടി ആക്രമിക്കും. അതായത് ഇവ ആംബുഷ് പ്രഡറ്റേഴ്സ് ആണ്. വലിയ പരന്ന മീൻ ചിറകുപയോഗിച്ചാണ് ഇത് ഇരയുടെ പക്കലേക്ക് കുതിച്ചു ചാടുന്നത്. ഇരയുടെ പക്കൽ എത്തുന്നതും സ്ക്വിഡ് അതിവേഗത്തിൽ അതിന്റെ ടെന്റക്കിൾസ് കൊണ്ട് ഇരയെ പിടിക്കും. ഈ ടെന്റക്കിൾസ് നിറയെ വലിയ കൂർത്ത് വളഞ്ഞ ഹൂക്കുകൾ പോലത്തെ നഖങ്ങളുണ്ട്. ഈ നഖങ്ങൾ ഇരയുടെ ദേഹത്ത് തുളച്ചു കയറ്റും. അപ്പോൾ ഇരകൾ വഴുതി പോകാതെ ടെന്റക്കിൾസിൽ കുടുങ്ങിക്കിടക്കും. ശേഷം ടെന്റക്കിൾസ് ഉപയോഗിച്ച് തന്നെ ഇരയെ അടുത്തോട്ട് വലിച്ചെടുക്കും. അടുത്തെത്തിയാൽ ഉടനെ കൈകളും കൂടെ ഉപയോഗിച്ച് ഇരയെ ചുറ്റി വരിഞ്ഞു മുറുക്കും. അങ്ങനെ വരിഞ്ഞു മുറുക്കിയാൽ പിന്നെ ഇരയ്ക്ക് രക്ഷപ്പെട്ടു പോകാനാകില്ല. ഒടുവിൽ കൈകൾ ഉപയോഗിച്ച് ഇരയെ വായിലേക്ക് കൊണ്ടുവരും. വായിൽ തത്തയുടേതുപോലത്തെ വലിയൊരു ചുണ്ടുണ്ട്. ഈ ചുണ്ട് ഉപയോഗിച്ച് ഇരയെ കൊത്തി നുറുക്കി കഷ്ണങ്ങളാക്കി വിഴുങ്ങും. ഇങ്ങനെയാണ് ഇവ ഇര പിടിക്കുന്നത്. ടൂത്ത് ഫിഷ് പോലെയുള്ള വലിയ മീൻ വർഗ്ഗങ്ങളും പിന്നെ മറ്റ് സ്ക്വിഡ് വർഗ്ഗങ്ങളുമാണ് കൊളോസൽ സ്ക്വിഡ്സിന്റെ പ്രധാന ആഹാരം. ഇത്രയും വലിയ ജീവികളാണെങ്കിലും ഇതിന്റെ ഒരു മുട്ടയ്ക്ക് പരമാവധി വെറും 3 മില്ലിമീറ്റേഴ്സ് വലിപ്പം മാത്രമേ ഉണ്ടായിരിക്കൂ. പക്ഷെ ഇത് ഒരു തവണ പല ദശലക്ഷക്കണക്കിന് മുട്ടകളിടും. ഈ മുട്ടകൾ ഒഴുകി സമുദ്രത്തിന് മുകളിലേക്ക് പോകും. അങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ പല ജീവികളും ഈ മുട്ടകളെ ആഹാരമാക്കും. അതിൽ ചെറിയൊരു ശതമാനം മുട്ടകൾ മാത്രമേ മുകളിലെത്തുകയുള്ളൂ. മുകളിലെത്തുമ്പോഴേക്കും അവശേഷിക്കുന്ന മുട്ടകളെല്ലാം വിരിയും. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് ഏതാനും ചില മില്ലിമീറ്റേഴ്സ് വലിപ്പമേ ഉണ്ടായിരിക്കൂ. അതിനാൽ ഏകദേശം എല്ലാ ജീവികളും ഇവയുടെ പ്രഡറ്റേഴ്സ് ആണ്. മീനുകൾ, സീലുകൾ, പക്ഷികൾ അങ്ങനെ ഒട്ടുമിക്ക ജീവികളും ഇവയെ ആഹാരമാക്കും. അതിനാൽ ഇതിനെ എല്ലാത്തിനെയും അതിജീവിച്ച് അവസാനം പൂർണ്ണ വളർച്ചയിലെത്തുന്നത് വളരെ കുറച്ച് സ്ക്വിഡ്സ് മാത്രമായിരിക്കും. നിഗമനപ്രകാരം ദശലക്ഷക്കണക്കിന് മുട്ടകൾ വിരിയുമ്പോൾ അതിൽ പൂർണ്ണ വളർച്ച എത്തുന്നത് 1-2 കുഞ്ഞുങ്ങൾ മാത്രമായിരിക്കും. പൂർണ്ണ വളർച്ച എത്തിയാൽ പിന്നെ അവ അപ്പെക്സ് പ്രഡറ്റേഴ്സ് ആണ്. പൂർണ്ണ വളർച്ച എത്തിയ കൊളോസൽ സ്ക്വിഡിനെ ആക്രമിക്കാൻ മാത്രം ശക്തരായ അധികം ജീവികളൊന്നും ആഴക്കടലിലില്ല.
നിലവിൽ സ്പേം തിമിംഗലങ്ങളും സ്ലീപ്പർ സ്രാവുകളും മാത്രമാണ് പൂർണ്ണ വളർച്ചയെത്തിയ കൊളോസൽ സ്ക്വിഡിനെ ആക്രമിക്കുന്നതായിട്ട് നമുക്കറിയാവുന്നത്. അതിൽ പ്രധാനമായും ഇവയെ ആക്രമിക്കുന്നത് സ്പേം തിമിംഗലങ്ങളാണ്. തീരത്ത് വന്നടിഞ്ഞിട്ടുള്ള ഒരുപാട് സ്പേം തിമിംഗലങ്ങളുടെ ശരീരത്തിൽ കൊളോസൽ സ്ക്വിഡുമായി യുദ്ധം ചെയ്തിട്ടുള്ളതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഈ രണ്ട് ജീവി വർഗങ്ങളും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടാറുണ്ടെന്നാണ് ഈ അടയാളങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, കൊളോസൽ സ്ക്വിഡിന്റെ ചുണ്ട് അത്യധികം ശക്തവും ദൃഢവുമാണ്. അതിനാൽ കൊളോസൽ സ്ക്വിഡിനെ സ്പേം തിമിംഗലങ്ങൾ തിന്നുമ്പോൾ അതിന്റെ ചുണ്ട് മാത്രം തിമിംഗലത്തിന്റെ വയറ്റിൽ ഒരു കേടുപാടും പറ്റാതെ കിടക്കും. അനന്തരഫലമായി പല സ്പേം തിമിംഗലങ്ങളുടെ വയറ്റിൽ നിന്നും ഇതുപോലെ കൊളോസൽ സ്ക്വിഡ്സിന്റെ ചുണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മിക്കവാറും സ്പേം തിമിംഗലങ്ങളുടെ വയറ്റിലും നിരവധി കൊളോസൽ സ്ക്വിഡ്സിന്റെ ചുണ്ടുകൾ ഉണ്ടായിരിക്കും. ഇവ തമ്മിൽ നിരന്തരം യുദ്ധം ചെയ്യാറുണ്ടെന്നതിന്റെ മറ്റൊരടയാളമാണത്. സ്ലോ മെറ്റബോളിസം ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും കൊളോസൽ സ്ക്വിഡ്സിന്റെ ആയുസ് ഏകദേശം 5 വർഷങ്ങളായിരിക്കുമെന്നാണ് നിഗമനം. അത് കേൾക്കുമ്പോൾ തീരെ കുറവായിട്ട് തോന്നുമെങ്കിലും സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ജീവിക്കുന്ന മറ്റ് സ്ക്വിഡ് വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 5 വർഷങ്ങൾ ഒരുപാട് കൂടുതലാണ്. കാരണം സമുദ്രത്തിന്റെ മുകളിൽ ജീവിക്കുന്ന സ്ക്വിഡ് വർഗ്ഗങ്ങൾ ഒട്ടുമിക്കതും വെറും ഏതാനും ചില മാസങ്ങളോളം മാത്രമേ ജീവിക്കുകയുള്ളൂ. അപ്പോൾ സ്ലോ മെറ്റബോളിസം ഇവയുടെ ആയുസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, കൊളോസൽ സ്ക്വിഡ് എന്ന പേര് കേൾക്കുമ്പോൾ ഇതും ജയന്റ് സ്ക്വിഡും ഒന്ന് തന്നെയാണെന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവ രണ്ടും 2 വർഗ്ഗങ്ങളാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഇവ രണ്ടും ഏകദേശം ഒരേപോലെ തോന്നുകയും ചെയ്യും. എന്നാൽ കൊളോസൽ സ്ക്വിഡിനേക്കാൾ വലുതാണ് ജയന്റ് സ്ക്വിഡ്. ജയന്റ് സ്ക്വിഡിന് 43 അടി വരെ നീളം വയ്ക്കാൻ കഴിയും. പക്ഷേ ജയന്റ് സ്ക്വിഡിന്റെ ശരീരം മെലിഞ്ഞതാണ്. അതുകൊണ്ട് പരമാവധി 280 കിലോഗ്രാം വരെ മാത്രമേ ഭാരം വയ്ക്കാറുള്ളൂ. അപ്പോൾ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കൊളോസൽ സ്ക്വിഡ് തന്നെയാണ് ഏറ്റവും വലിയ സ്ക്വിഡ് വർഗ്ഗം. അതുമാത്രമല്ല, കൊളോസൽ സ്ക്വിഡാണ് യഥാർത്ഥത്തിൽ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെർട്ടിബ്രേറ്റ്. എല്ലാ സ്ക്വിഡ് വർഗ്ഗങ്ങളെയും പോലെ കൊളോസൽ സ്ക്വിഡിനും ഒരു ഇങ്ക് സാക്ക് ഉണ്ട്, അതായത് മഷി നിറച്ചു വെച്ചിരിക്കുന്ന സഞ്ചി. പക്ഷെ ഈ സഞ്ചി എങ്ങനെയാണ് ഇവ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഒരു ധാരണയുമില്ല. സാധാരണ സ്ക്വിഡുകളിൽ ഈ മഷിക്ക് ഇരുണ്ട നിറമായിരിക്കും. എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ഇവ ഈ മഷി പുറത്തുവിടും. ഇരുണ്ട മഷി ചുറ്റുമുള്ള വെള്ളത്തിൽ കലരുന്നത് കാരണം ഇവയെ ആക്രമിക്കാൻ വരുന്ന ജീവികൾക്ക് ഒന്നും കാണാൻ പറ്റാതെയാകും. ആ തക്കത്തിൽ ഇവ രക്ഷപ്പെടും. എന്നാൽ കൊളോസൽ സ്ക്വിഡ് ജീവിക്കുന്നത് ആയിരക്കണക്കിന് അടി ആഴത്തിലാണ്. അവിടെ പൂർണ്ണമായ അന്ധകാരമായിരിക്കും. ഈ ഇരുട്ടിൽ ഇരുണ്ട മഷി പുറത്തു വിട്ടിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതിനാൽ ഒരുപക്ഷെ ഇതിന്റെ മഷി ബയോലുമിനസെന്റ് ആയിരിക്കുമെന്നാണ് സംശയിക്കുന്നത്. അതാകുമ്പോൾ മഷിയുടെ തീവ്രമായ തിളക്കം കണ്ട് പ്രഡറ്റേഴ്സിന്റെ കാഴ്ച താൽക്കാലികമായി മങ്ങും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രകാശം കണ്ട് പ്രഡറ്റേഴ്സ് ആകെ കൺഫ്യൂസ് ആയി പോകും. അങ്ങനെ ആ തക്കത്തിൽ കൊളോസൽ സ്ക്വിഡിനെ രക്ഷപ്പെടുകയും ചെയ്യാം. പക്ഷെ ഇത് നിലവിലൊരു സംശയം മാത്രമാണ്. മറ്റൊരു വിചിത്രമായ കാര്യമെന്നത് കൊളോസൽ സ്ക്വിഡിന്റെ തലച്ചോറിന് ഉഴുന്നുവടയുടെ ആകൃതിയാണ്. തലച്ചോറിന്റെ സെന്ററിൽ ഒരു വിടവുണ്ട്. ഈ വിടവിലൂടെയാണ് ഇതിന്റെ ഈസോഫാഗസ് കടന്നു പോകുന്നത്. വായിൽ നിന്നും വയറ്റിലേക്ക് ആഹാരം കടത്തിവിടുന്ന ട്യൂബാണ് ഈസോഫാഗസ്. അബദ്ധത്തിലെങ്ങാനും വലിപ്പമുള്ള എന്തെങ്കിലും എടുത്തു വിഴുങ്ങിയാൽ അത് കാരണം തലച്ചോറിന് കാര്യമായി ക്ഷതമേൽക്കും. അതിനാൽ പിടിക്കുന്ന ഇരയെ വളരെ ചെറിയ കഷ്ണങ്ങളായി കടിച്ചു മുറിച്ച് വേണം വിഴുങ്ങാൻ. എല്ലാ സ്ക്വിഡുകളെയും ഒക്ടോപസുകളെയും പോലെ കൊളോസൽ സ്ക്വിഡിനും 3 ഹൃദയങ്ങളുണ്ട്. 2 എണ്ണം ചെകിളകളിലൂടെ രക്തം പമ്പ് ചെയ്യാനും 1 എണ്ണം ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യാനും. ഇതിന്റെ രക്തത്തിന് നീല നിറമാണ്. കാരണം ഹീമോഗ്ലോബിന് പകരം ഇവയിലുള്ളത് ഹീമോസയാനിനാണ്. അത് കോപ്പർ ബേസ്ഡ് പ്രോട്ടീൻ ആയതുകൊണ്ടാണ് ഇവയുടെ രക്തത്തിന് നീല നിറമായിരിക്കുന്നത്. കൊളോസൽ സ്ക്വിഡിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എങ്ങനെയാണ് ഇത് ജീവിക്കുന്നത്, എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്, ഇതിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇവയ്ക്ക് പരമാവധി എത്രത്തോളം വലിപ്പം വെക്കാൻ കഴിയും, അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോഴും വെറും നിഗമനങ്ങൾ മാത്രമാണ്. ഭാവിയിൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും.